ഷട്ടറെല്ലാം അടച്ചപ്പം ഇതിന് കൂടുതൽ ഫോഴ്സ് ഉണ്ടായി. കാറ്റാണെങ്കിൽ അങ്ങോട്ട് പാസ് ചെയ്ത് പോകാതെ ഭയങ്കര ഫോഴ്സായിപ്പോയി. ഈ തിരമല അവർ അടിക്കുന്നു. ഡ്രൈവർ ഇങ്ങനെ നിൽക്കുന്നു. ഡ്രൈവറും ഒരു ഫയർമാൻ, ഫസ്റ്റ് ഫയർമാൻ, സെക്കൻഡ് ഫയർമാൻ, ഗാർഡ്, ഇവരിങ്ങനെ നിൽക്കുക. ഇവരെല്ലാം നിൽക്കുക. ഇപ്പം എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. സമകാലികം സെഷനിൽ നമ്മളോടൊപ്പം യൂസുഫ് സാഹിബാണുള്ളത്. യൂസുഫ് സാഹിബ് പിന്നെ കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹം ലോക്കോ പൈലറ്റാണ്. ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റിൻ്റെ ഇതിനനുസരിച്ച് വരവറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും ശ്രോതാക്കൾക്ക്. ട്രെയിനിൻ്റെ ഡ്രൈവർക്കാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയാം. യൂസുഫ് സാഹിബ്, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ. നേരത്തെ പുറപ്പെട്ടു? യെസ്. ഇന്നലെ രാത്രിയിൽ പുറപ്പെട്ടു? ഇല്ല, 4 ഇന്നലെ രാജാറാണിക്ക് പുറപ്പെട്ടു. 4:30 വന്നു. ഓക്കെ, കൂടെ മോനുണ്ട്? ഇല്ല, ചെറുമോനാണ്. ഓക്കെ. സുനില മോന്. സുനിലിൻ്റെ മോനാണല്ലേ? ഇല്ല, ഇത് ദിലീപിൻ്റെ മോന്. അയാൾ ഈ ക്ലബ് ഹൗസിലൊക്കെ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മോന്. യൂസുഫ് ഖാൻ്റെ കുടുംബം, യൂസുഫ് ഖാൻ ആരൊക്കെയാണ് കുടുംബത്തിൽ? എൻ്റെ കുടുംബം എന്ന് വെച്ചാൽ ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്, എൻ്റെ 2 ആമക്കളാണ്. മൂത്തവന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ക്ലബ് ഹൗസിലെ ലീഡിങ് സ്പീക്കറാണ്. രണ്ടാമത്തെ മോന് സുനിൽ, അവൻ ഇലക്ട്രിക്കൽ ജോലിയൊക്കെ ചെയ്യുന്നു. മറ്റേ പീസ് ലേഡിയെല്ലാം അയാൾ വലിയ അവിടുത്തെ നല്ല സജീവ പ്രവർത്തകൻ, നല്ല വർക്ക്. നിങ്ങൾ പിന്നെ ഈ ഒരു ജോലി എത്ര വർഷം ചെയ്തു? ഞാൻ 38 വർഷം ചെയ്തു. ആ ജോലിയിലേക്ക് എത്തിയത് എങ്ങനെ? അതെന്ന് വെച്ചാൽ എൻ്റെ ഫാദറുടെ ഫാദർ റെയിൽവേ ഡ്രൈവറായിരുന്നു. കൊല്ലത്ത് ജോലി ചെയ്ത് അവിടെ തന്നെ റിട്ടയറായി. എൻ്റെ ഫാദറും അവിടെ തന്നെ ലോക്കോ പൈലറ്റ് ജോലി ചെയ്ത് റിട്ടയറായി. ഞാനും അതേ കൊല്ലം സ്റ്റേഷനിൽ തന്നെ വർക്ക് ചെയ്ത് റിട്ടയറായി. എൻ്റെ മോനും അവിടെ തന്നെ ഇപ്പോൾ മൂത്ത മോൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ടിരിക്കുക. അങ്ങനെ 4 തലമുറയായിട്ട് ഞങ്ങൾ ഈ റെയിൽവേ ആയിട്ട് ബന്ധമുള്ളതാണ്. ഇപ്പോഴും എനിക്ക് ബന്ധമുണ്ട്. ഇപ്പം ഞാൻ പെൻഷനറായാലും റെയിൽവേയുടെ സൗജന്യം എനിക്കുണ്ട്. പെൻഷൻ മേടിക്കുന്നുണ്ട്, മെഡിസിൻ മേടിക്കുന്നുണ്ട്. കാശ്മീർ മുതൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എനിക്ക് പോകാനുള്ള പാസ്സുണ്ട്. ഇപ്പോഴും ഞാൻ ഫ്രീ പാസ്സിലാണ് വന്നത്. അപ്പം അതുകൊണ്ട് ആ ബന്ധം എന്ന് പറയുന്നത് നമ്മൾ മരിച്ചാൽ മാത്രമേ പോകത്തുള്ളൂ, അതുവരെ പോകത്തില്ല. ഇപ്പം റെയിൽവേയാണ് നമ്മളെ അന്നം. യെസ് യെസ്, എല്ലാം റെയിൽവേ, ഒരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോക്കോ പൈലറ്റ് എന്നുള്ളതിലേക്ക് ഒരു തലമുറകളായി കൈമാറി വന്ന ജോലിയാണ്? അല്ല, ഞാൻ ടെസ്റ്റ് എഴുതിയതാണ്. അതെ, നിങ്ങൾക്ക് അങ്ങനെ എഴുതണം എന്നുള്ള ഫീലിംഗ് കിട്ടിയത് വാപ്പാൻ്റെ അടുത്തു നിന്നാണ്? യെസ്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ വാപ്പായെ കാണുന്നുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ വണ്ടി പോകുന്നുണ്ട്. എഞ്ചിൻ ഷെഡിൻ്റെ അടുത്ത് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. അപ്പം നമ്മൾ എപ്പോഴും കാണും. വാപ്പയൊക്കെ ചാപ്പാടൊക്കെ പോയി കൊടുക്കും. അപ്പോൾ എനിക്ക് അപ്പോഴേ മനസ്സിൽ തോന്നി ഇങ്ങനെ എനിക്കങ്ങനെ വരണമെന്ന് പറഞ്ഞു, ഡ്രൈവറായിട്ട് വരണമെന്ന്. അന്ന് കൽക്കരി വണ്ടിയാണ്, സ്റ്റീം, മീറ്റർ ഗേജ്. അപ്പോൾ അങ്ങനെ സ്കൂൾ ഫൈനൽ കഴിഞ്ഞു. ടെസ്റ്റ് എഴുതി ആദ്യം കിട്ടി. എനിക്ക് കിട്ടിയാണ് 24 months ട്രെയിനിങ്ങാണ് ഞങ്ങൾക്ക് കംപ്ലീറ്റ് എഞ്ചിൻ. കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോയി ടെസ്റ്റ് എഴുതണം. ട്രിച്ചിയിൽ പോയി ടെസ്റ്റ് എഴുതുന്നുണ്ട്. ട്രിച്ചിയിൽ പോയി GRS എന്ന് പറയും, നമ്മുടെ റൂള്. ഈ ഖുറാൻ മാതിരി നമുക്ക് റെയിൽവേയിലെ ഫുൾ റൂൾസ് എന്താ വേണമെങ്കിലും അത് പഠിക്കണം. പിന്നെ മെക്കാനിസം ബാംഗ്ലൂരിൽ പഠിക്കണം. ഇത് കഴിഞ്ഞ എല്ലാം ടെസ്റ്റ് എഴുതി വന്നോണ്ട് ഫയർമാനായിട്ടാണ് കിട്ടുന്നത്. കരി കോരി ഇടുന്ന ജോലി. അപ്പോൾ അന്ന് മുതൽ 1963 ഞാൻ കയറുന്നത്. 1963. ഞാൻ ജനിക്കണേൻ്റെ ഒരു 20 വർഷം മുമ്പ്. നിങ്ങളുടെ 24ാമത്തെ വയസ്സിലാണ് 24 കയറിയിട്ടുണ്ട്? 23-24. മാഷാ അല്ലാ. അപ്പോൾ 2001 മാർച്ചിൽ റിട്ടയറായി. ഇപ്പോൾ 38 വർഷം സർവീസ്. പക്ഷേ എനിക്ക് 2 വർഷം കൂടെ ഉണ്ടായിരുന്നു. ചെയ്തിരുന്നെങ്കിൽ 40 വർഷമാണ്. എൻ്റെ വാപ്പ 40 വർഷത്തില്ല സർവീസ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ വാളണ്ടറി VR കൊടുത്താൽ റിട്ടയർ ആയത്. കാരണം എന്താ വെച്ചാൽ 1982 തന്നെ എൻ്റെ പേ സ്കെയിൽ സ്റ്റാഗ്നേഷനായിപ്പോയി. അതിൻ്റെ മാക്സിമം സ്കെയിലിൽ വന്ന് അറ്റൻഡ്. പിന്നെ 20 years എനിക്ക് ബേസിക് പേയിൽ ഒരു മാറ്റവും ഇല്ല. പിന്നെ വർക്ക് ചെയ്യുന്ന മൈലേജ് മാത്രമേ കിട്ടത്തുള്ളൂ. റണ്ണിങ് സ്റ്റാഫിന് മൈലേജ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലായിട്ട് വർക്ക് ചെയ്യുന്ന കിലോമീറ്റർ എടുത്തിട്ട് 100 കിലോമീറ്ററിന് എത്ര പൈസ എന്ന് വെച്ചാൽ മൈലേജ് എന്ന് പറയുന്നത്. ശമ്പളം ബേസിക് പേ അത് മാറുന്നില്ല. അപ്പം ഞാൻ ഇത് അതുമില്ലാതെ ഇതൊരു ദുഷ്കന്ധം പിടിച്ച ജോലിയാണ്. ഇത് റിസ്കി ജാബാണ്. ഇത് വെരി റെസ്പോൺസിബിലിറ്റി പേഴ്സണാണ്. അപ്പോൾ ഏത് സമയം എന്ത് വേണമെങ്കിലും സംഭവിക്കും. അപ്പം ഞാൻ 2 വർഷത്തിന് മുമ്പ് വെച്ച് തന്നെ വർക്ക് ചെയ്ത്. പിന്നെ 2 ആൺമക്കളെ ഉള്ളു. ഒരുത്തനും ജോലി കിട്ടി. പിന്നെ പെൺമക്കളൊന്നുമില്ല. നമ്മൾ വർക്ക് ചെയ്ത് ചെയ്യണമെന്നില്ല. അൽഹംദുലില്ലാ സ്വസ്ഥമായിട്ടൊരു. ഇതിൽ പ്രത്യേകം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ സർക്കാർ ജോലി എന്നുള്ളത് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വമാണ് ഇവിടെ യൂസുഫ് സാഹിബ് പറഞ്ഞത്. എല്ലാം മരുന്ന്,
ഭക്ഷണം, വസ്ത്രം എല്ലാം റെയിൽവേയാണ് എന്ന് അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക ആനുകൂല്യത വേറെ തന്നെ പറയാനുണ്ടാവും അല്ലേ? സെൻട്രൽ ഗവൺമെൻറ്റും ആണെങ്കിലും ഇനിയിപ്പോൾ ഏത് ഗവൺമെൻറ് ആണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനുള്ളൊരു വലിയ സാധ്യത ഉണ്ട്. ഇതിപ്പം പുതിയ ജനറേഷനൊക്കെ PSCകളിലേക്കൊന്നും പോകുന്നില്ല, എഴുതുന്നില്ല, ബിസിനസ് തുടങ്ങണമെന്ന് പറയുന്നു. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഏതെങ്കിലും മോട്ടിവേഷൻ സ്പീച്ചും കേട്ടിട്ട് ലക്ഷ്യങ്ങൾ അവിടെ ഇവിടെയും കൊണ്ടുപോയി പൊട്ടിക്കണ പരിപാടിയാണ് ഉണ്ടാവുക. അപ്പം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന എന്താ പറയുക സർക്കാർ സർവീസ് ചിന്തിച്ചു എന്നതൊരു വലിയ സംഭവമാണ്. അതിനുവേണ്ടി അത്രയും കോഴ്സുകൾ വരെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഈ സർവീസിൻ്റെ ഇടയിൽ ആക്സിഡൻസ് എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല, ഞാൻ എൻ്റെ 38 വർഷം സർവീസിൽ ഒരു ആക്സിഡൻറ്റ് ഇല്ലാതെ റിട്ടയറായി. റിട്ടയർ ആയതിനു ശേഷം റെയിൽവേ എനിക്ക് ആക്സിഡൻറ്റ് ഫ്രീ സർവീസ് എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, സാറിന് കൊടുത്ത് ക്യാഷ് അവാർഡും കിട്ടി. ബെസ്റ്റ് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ബെസ്റ്റ് ഡ്രൈവർ അവാർഡ് വേറെ, അത് വേറെ. ആക്സിഡൻറ്റ് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞ് റെയിൽവേ ടോട്ടൽ സർവീസിൽ ഒരു ആക്സിഡൻറ്റും ചെയ്യാതെ റിട്ടയർ ആയതുകൊണ്ട് വേഷം ക്യാഷ് അവാർഡും കിട്ടും. അതല്ലേ സർവീസിൽ ഉള്ള കാലത്ത് ഞാൻ ആക്സിഡൻറ്റ് ഫ്രീ സർവീസ് ഈ മന്ത്ലി, വീക്ക്ലി, ഇയർലി എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കും. ഇതിൻ്റെ അകത്ത് ഈ പീരീഡിൻ്റെ അകത്ത് ഒരു ആക്സിഡൻറ്റ് ഇല്ലാത്ത ഡ്രൈവർ, അങ്ങനെ 3 അവാർഡ് മേടിച്ചിട്ടുണ്ട്. ഇതൊരു അതിന് ശേഷം ഇങ്ങനെ അത് നമ്മുടെ കയ്യിലൊന്നുമില്ല, അല്ലാഹു താല ഇറ്റ് ഇസ് നോട്ട് അവർ മെറിറ്റ് ഓഫ് ഗാഡ്. അല്ല, അതിപ്പോ ഈ ഒരാള് ട്രെയിനിന് തല വെക്കുന്ന സംഭവമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ആക്സിഡന്റിലാണ് ഉൾപ്പെടുത്തുക? ഇല്ല, അതും നമ്മളായിട്ട് ഒരു ബന്ധമില്ലല്ലോ. ആക്സിഡന്റ് ഉദ്ദേശിക്കുന്നത് ട്രെയിൻ ആക്സിഡൻറ്റ്സ്, അതിപ്പോൾ ഡിറൈൽമെന്റ്, അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ കൊണ്ടുപോയി നമ്മൾ ഇടിക്കുക, അല്ലെങ്കിൽ ഓവർ സ്പീഡായിട്ട് പോയി വണ്ടി ഇതാവുക, അല്ല ബ്രിഡ്ജിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഗവനിക്കാതെ ഓവർ സ്പീഡിൽ പോയി ബ്രിഡ്ജിൽ നിന്ന് ആൾക്കാർ വീണ് നമ്മുടെ ട്രെയിൻ, അതാണ് ആക്സിഡൻറ്റ്സ്. ഇത് ആക്സിഡൻറ്റ് അത് വന്നവനെ റെയിൽവേ ട്രാക്കിൽ വരാൻ പാടില്ല, അവനെ ആദ്യം പിടിച്ച് അറസ്റ്റ് ചെയ്യും. അത് നമ്മളായിട്ട് ഒന്നുമില്ല, നമ്മളെ അടിക്കും. പക്ഷേ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടി ഉണ്ട്, റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. അവന് ജീവനുണ്ടെങ്കിൽ എടുത്ത് ട്രെയിനിൽ ഇട്ടിട്ട് അടുത്ത സ്റ്റേഷനിൽ കൊണ്ടാക്കി സ്റ്റേഷൻ മാസ്റ്റർ തുറഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് അവനാക്കണം. മരിച്ചു പോയാൽ മാത്രം അവനെല്ലാം ആക്കിയിട്ട് ട്രെയിനിൽ RPF കാണും, ഈ റെയിൽവേ പോലീസ്. അവനടുത്ത് ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിൽ പോയി മെസ്സേജ് കൊടുക്കും, സോ കിലോമീറ്റേഴ്സ് എ റൺ ഓവർ ഹാപ്പൻഡ്, എ മെയിൽ ആർ ഫീമെയിൽ. ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? എത്ര സ്കൂൾ സമയത്ത് ഈ റിസൾട്ട് വരുന്ന സമയത്ത് ഒന്ന് ചാടും. ഈ ഭർത്താവും ഭാര്യയും വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഭാര്യ ഓടി വന്ന് ഇതിൽ നിൽക്കും ട്രെയിൻ ട്രാക്കിന് മുമ്പ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ട്രെയിൻ വന്നിട്ട് ഫുൾ ബ്രേക്കുള്ള ഫുൾ കണ്ടീഷനുള്ള ഒരു വണ്ടി നമ്മൾ മാക്സിമം സ്പീഡ് ഇപ്പോൾ നമുക്ക് 110 ഇവിടുത്തെ നമ്മുടെ ട്രാൻഡൻ ഡിവിഷനിലുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ സ്പീഡ് വന്ന് 160 അപ്പോൾ 160 വന്ദേ ഭാരതൊക്കെ ഓടുന്നത്. ടെസ്റ്റഡ് സ്പീഡ് 180. അവർ 180ക്ക് ടെസ്റ്റ് ചെയ്യും, ഓടിക്കുന്നത് 160 ഓടിക്കുന്നത്. അപ്പോൾ അത് 20 ഒരു മാർജിൻ കൊടുത്തേക്കും. ശരിയുണ്ട്, നമുക്ക് 110 ഉള്ളു ഇവിടെ ഇല്ല. ഇപ്പോഴും ഷൊർണൂർ എറണാകുളം വന്നിട്ട് 80 കിലോമീറ്റേഴ്സാണ്. ആ കർവ് ഇതുകൊണ്ട് അതിനി മാറാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ഫുൾ സ്പീഡിൽ വരുന്ന 110 വരുന്ന ഒരു വണ്ടി നമ്മൾ ഒരാളെ കണ്ടിട്ട് ബ്രേക്ക് ഇട്ടാൽ 1 കിലോമീറ്റർ പോയേ നിൽക്കത്തുള്ളൂ. അത്ര സ്പീഡിലാണ് വരിക. ഇല്ല, ആ കണ്ടീഷൻ അങ്ങ് പക്ഷേ 24-26 ബോഗി എന്ന് വെച്ചാൽ എല്ലാ വണ്ടിക്കും ഞാൻ ഇടുന്ന ബ്രേക്ക് എല്ലാ വണ്ടിക്കും പിടിക്കണം. ഇപ്പം നമ്മൾ ഈ കാറ് ചവിട്ടന്മാരെ ചവിട്ടി അവിടെ അത് നിൽക്കാൻ പറ്റില്ല. ഇത് ഗ്രാജുവലായിട്ട് പിടിക്കത്തുള്ളൂ. അത് ടെസ്റ്റഡ് സ്പീഡാണ്. അത് ഹൈ സ്പീഡിൽ വന്നിട്ട് നല്ല പെർഫെക്റ്റ് എഞ്ചിൻ, പെർഫെക്റ്റ് ബോഗീസ്, ബ്രേക്ക് കണ്ടീഷൻ ബെസ്റ്റ്. എന്നിട്ടും നമ്മൾ എമർജൻസിക്ക് അടിക്കുക. ഏകദേശം ബ്രേക്കിൽ 5 എണ്ണം കാണും. നമ്മൾ ചെറുതായിട്ട് ഇടുന്ന 2 എമർജൻസി വരുമ്പോൾ എമർജൻസി ബ്രേക്ക് എന്ന് പറഞ്ഞു ആ ഹാൻഡിൽ തന്നെ മാക്സിമം കൊണ്ടുവരിക. അതാണ് എമർജൻസി ബ്രേക്ക്. അത് അപ്പോൾ പോകുന്നത് കറക്റ്റ് 1 കിലോമീറ്ററിൽ പോയി നിൽക്കത്തുള്ളൂ. പിന്നെ ബ്രേക്ക് കുറവ് ഒരു ലോക്കാണെങ്കിൽ അത് പിന്നെയും പോവുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഇപ്പം ഞാൻ ഒന്നുകൂടി ബാക്കോട്ട് പോകണം. അതായത് നമ്മൾ ഇപ്പോൾ ഈ സർവീസിൽ കയറിയിട്ട് ഫയർമാനിൽ നിന്ന് ആദ്യമായിട്ട് ലോക്കോ പൈലറ്റ് ആവുമല്ലോ. അപ്പോൾ ലോക്കോ പൈലറ്റ് ആയ ആ ദിവസം ഓർമ്മ ഉണ്ടോ? ആദ്യ ദിവസം ഓർമ്മ ഉണ്ടോ? ഉണ്ട്. അത് ആ ഒരു അനുഭവം എങ്ങനെയാണ്? ഇത് അപ്രൻറ്റീസ് ഫയർമാനായിട്ട് A ഗ്രേഡ് ഫയർമാനാണ്. നമ്മൾ കഴിഞ്ഞോണ്ട് സെൻറ്ററായിട്ടാണ് കൊടുക്കുന്നത്. ഈ യാർഡിൻ്റെ അകത്ത് ഷെഡിൻ്റെ അകത്ത് എഞ്ചിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക, ഇല്ല കോച്ച് ഷണ്ടിങ്, അതാണ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ലോക്കോ പൈലറ്റ് സെൻറ്റർ. അത് കഴിഞ്ഞിട്ടാണ് ഗുഡ്സ് ഡ്രൈവറിൽ വരുന്നത്. ഗുഡ്സ് കഴിഞ്ഞാൽ പാസഞ്ചർ, സ്ലോ പാസഞ്ചർ. അത് കഴിഞ്ഞ് മെയിൽ ആൻഡ് എക്സ്പ്രസ്. അത് കഴിഞ്ഞ് രാജധാനി എക്സ്പ്രസ്. സീനിയർ മോസ്റ്റ് ഡ്രൈവറിനെയാണ് കിട്ടുന്നത്. ഞാൻ രാജധാനി എക്സ്പ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നേരിട്ട് അല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കയറി വരുന്നത്. ഈ 2 വർഷം മിനിമം വേണം. എക്സ്പീരിയൻസ് ആയാലേ അടുത്ത പ്രൊമോഷൻ പോകാൻ ഒക്കത്തുള്ളൂ. ഫയർമാൻ 2 വർഷം ആയാലേ സെൻറ്റർ പോകാൻ, സെൻറ്റർ 2 വർഷം ആയാലേ ഗുഡ്സ് ഡ്രൈവർ, പാസഞ്ചർ ഡ്രൈവർ, എക്സ്പ്രസ് ഡ്രൈവർ. സീനിയർ മോസ്റ്റ് ഡ്രൈവർ
ആ ഡിവിഷനിലെ സീനിയർ മോസ്റ്റ് ആണെങ്കിൽ രാജധാനി എക്സ്പ്രസ് അവർക്ക് കൊടുക്കും. അപ്പോൾ ഈ രാജധാനി എക്സ്പ്രസ് ഇവിടെ ഓടുമ്പോൾ ഷൊർണൂർ സ്റ്റാപ്പ് കൊടുത്ത്, അപ്പോൾ ഞാനാണ് ഇരുന്നത് ആ സ്റ്റാഫ്. അത് പടമെല്ലാം ഉണ്ട്. രാജഗോപാലൻ മന്ത്രിയായിരുന്നു, ഉപമന്ത്രിയായിട്ട് റെയിലിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ റെക്കമെൻഡേഷനാണ് അന്ന് സ്റ്റാപ്പ് കൊടുത്തത്. അല്ലെന്ന് വെച്ചാൽ ഞാൻ ട്രാൻഡ്രം വിട്ട് കഴിഞ്ഞാൽ ഷൊർണൂരിൽ നിർത്തും, പക്ഷേ ഓൺലി ഫോർ ഓപ്പറേറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. റെയിൽവേ ക്രൂ ആളുകൾ ചേഞ്ച് ചെയ്യണം, മറ്റേതിന്. പക്ഷേ പർപ്പസ് പബ്ലിക്കിന് പർപ്പസ് അല്ല. അതിൽ കയറാനൊക്കെ ടിക്കറ്റ് ഉണ്ട്. അന്നാണ് ഇത് നിർത്തിയത്. ഞാനായിരുന്നത് രാത്രി 1:30 മണിക്ക്. അപ്പോൾ ഇവിടുത്തെ BJP കാരൊക്കെ വന്നെന്ന് വലിയ ഇതൊക്കെ ചെയ്ത് അത് ചെയ്ത് അങ്ങനെയാണ് പ്രൊമോഷൻ പോകുന്നത്. ചാനൽ പ്രൊമോഷൻ അങ്ങനെയാണ് പോകേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു രംഗം, ഈ രണ്ട് എഞ്ചിനും ഇതും ഘടിപ്പിക്കുന്നതിൻ്റെ നടുക്കൊരാൾ നിന്നിട്ട് പൈൻസ്മെൻ എന്ന് പറയുന്നത് അയാളെ തലയിൽ ഇടിഞ്ഞു പോകുമെന്ന് തോന്നാറുണ്ട്. അല്ല അവരത് എക്സ്പീരിയൻസ് ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്, നിൽക്കാൻ നമുക്ക് കുഴപ്പമില്ല. മറ്റേ സാധനം എടുത്ത് രണ്ടും സാധനം ഇങ്ങനെ ഇരിക്കും, ആ സാധനം എടുത്ത് ഇടണം. അത് ഒരെണ്ണം ഇങ്ങനെ കാണും, മറ്റടുത്ത് ഇതിലിടുക. ഇപ്പോഴും അതിൻ്റെ ടെക്നോളജി അങ്ങനെ തന്നെയാണ്. വേറെ ടെക്നോളജി ഇപ്പോൾ അത് സൂപ്പർ ടെക്നോളജിയാണ്. ഇപ്പോൾ അതൊന്നും വരത്തില്ല, ഇളകി വരത്തില്ല. പണ്ടൊക്കെ സാർ പറയുന്നത് ഒരുമാതിരി അടിച്ചാൽ ഒടിഞ്ഞു പോകും, ഇളകി പോകും. ഇപ്പോൾ ഇതൊന്നും വരത്തില്ല. സെൻട്രൽ ബഫർ കപ്ലർ എന്ന് പറയും. ആന പിടിച്ചാലും വരത്തില്ല, പിടിച്ചത് തന്നെ. പിന്നെ അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിലൊരു സ്ക്രൂ ഇടണം. അത് ചിലപ്പോൾ ലൂസായിരിക്കും, ഇടുന്നത് ശരിയില്ലെങ്കിൽ അത് ചിലപ്പോൾ ഇടാം. പക്ഷെ അത് 99% ഇപ്പം നടക്കാറില്ല. അത് ഇറ്റ് ഈസ് ഫുള്ളി സേഫ്റ്റിയാണ് നമുക്ക്. ഇപ്പോൾ ഈ ഫ്ലൈറ്റെല്ലാം യാത്ര പുറപ്പെടുന്നതിൻ്റെ മുമ്പ് ഓരോ മൈക്രോ വെരിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ, ഓരോന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. ഇതും അങ്ങനെ ഉണ്ട്. എല്ലാ ബോഗികളും പരിശോധിക്കുമോ? ബോഗി ഞങ്ങളായിട്ട് ബന്ധമില്ല. അതിന് TXR പറയും, ട്രെയിൻ എക്സാമിനർ എന്ന് പറയും. ട്രെയിൻ എക്സാമിനർ അത് അയാളാണ് നോക്കേണ്ടത്. അയാളത് നോക്കി കൊണ്ടുവന്ന് പ്ലാറ്റ്ഫോമത്തിൽ വെച്ചേക്കും. ഞങ്ങൾക്ക് എഞ്ചിൻ ഷെഡുണ്ട്, എഞ്ചിൻ നീക്കും. ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് ഇപ്പോൾ ഡിപ്പാച്ചർ 7 മണിയാണെങ്കിൽ ഞങ്ങൾ 6 മണിക്ക് ഡ്യൂട്ടിക്ക് വരണം. വന്നിട്ട് ആദ്യം ഒത്തിരി ബുക്സുകൾ ഉണ്ട്. അതിനകത്ത് അന്നത്തെ ദിവസം ഈ വണ്ടി എവിടെ നിൽക്കണം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കാഷൻ എവിടെയെല്ലാം വണ്ടി നിൽക്കണം, ലൈനിൽ എവിടെ റിപ്പയർ ഉണ്ട്, ഇതെല്ലാം അതിൽ പഠിക്കണം. നമ്മളവിടെ നിന്നിട്ട് SOB ആർഡർ എന്ന് പറയും, സ്റ്റാൻഡിങ് ആർഡർ ബുക്ക്. അപ്പോൾ അവിടെ നിന്ന് അത് പഠിച്ച് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ചിലപ്പോൾ അന്ന് നിൽക്കാതെ സ്റ്റേഷനിൽ ആ വണ്ടി അന്ന് നിൽക്കുമായിരിക്കും. ഉത്സവം നടക്കുന്നു, അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് മെൻഷൻ ചെയ്ത് പഠിക്കണം. നമ്മളിത് ദിവസം നിൽക്കാതെ അടിച്ചുകൊണ്ട് പോകുന്നത്, അന്നത്തെ ദിവസം അത് അവിടെ നിൽക്കണം എന്ന് പറയും. അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്തിട്ട് പഠിച്ചിട്ട് എഞ്ചിനിലോട്ട് വരും. എഞ്ചിനിലോട്ട് വന്നിട്ട് നമുക്ക് ALP ഉണ്ട് കൂടെ, അസിസ്റ്റൻ്റ്. അയാൾ ഈ ആയിൽ വാട്ടർ ലെവലെല്ലാം നോക്കണം. ആയിൽ ലെവൽ വാട്ടർ നമ്മൾ ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സ്റ്റാർട്ടിന് 30-32 സെക്കൻഡ് മതി. ഡീസൽ എഞ്ചിനൊക്കെ സ്റ്റാർട്ടായി പോകും. 32 സെക്കൻഡ് 30 പോലും ടച്ച് ചെയ്താൽ നമ്മൾ എല്ലാ ഓപ്പറേഷനും ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടൺ അമുക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകും. അപ്പോൾ നമ്മൾ മാക്സിമം അതിൽ വണ്ടി 8 നാച്ച് എന്നാണ് പറയുന്നത് സ്പീഡിന്. ഓരോ ഫസ്റ്റ് നാച്ച്, സെക്കൻഡ് നാച്ച്, 8 നാച്ചിൽ വെച്ചിട്ട് കംപ്ലീറ്റ് പോയി എക്സാം ചെയ്യും. എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടോ, അതുകൊണ്ടോ ഇതുകൊണ്ടോ. ഇല്ലെങ്കിൽ ഇതിന് റിപ്പയർ ബുക്ക് എന്നൊരു ബുക്കുണ്ട്. പ്രീവിയസ് ആയിട്ട് വന്ന ഡ്രൈവർ അതിനകത്ത് റിപ്പയർ ഉണ്ടെങ്കിൽ അയാൾ എഴുതി വെച്ചിട്ട് പോകും. അത് ഓട്ടിച്ചിട്ട് വന്ന ആദ്യത്തെ ഡ്രൈവർ അതിനകത്ത് നോക്കി എഴുതി വെച്ചേക്കും. അത് അറ്റൻഡ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം നോക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എടുത്തിട്ട് ഞങ്ങൾ അവിടെ യാർഡിലോട്ട് സ്റ്റേഷനിലോട്ട് അവിടെ പോയി മാറ്റും. അതുവരെ ഷെഡിൽ നിന്നാണ് വരുന്നത്. ഷെഡിൽ നിന്ന് വന്നിട്ടാണ് പിന്നെ സ്റ്റേഷനിലേക്ക് നമ്മൾ അവിടെയാണ് വരുന്നത്. ഇതെല്ലാം നോക്കിയിട്ട് അവിടെ നമ്മുടെ കൂടെ മെക്കാനിക്കും ഇലക്ട്രീഷ്യനും കൂടെ കാണും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അടുത്ത് പറയുകയാണെങ്കിൽ അതുകൊണ്ട് അയാൾ ചെക്ക് ചെയ്ത് ഡേറ്റ് കൊടുക്കും. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്തു കഴിഞ്ഞാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി ലോക്കോ പൈലറ്റ്. വണ്ടി അവിടെ നിന്ന് ചെക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പോകുന്നവരാ, അതിനെ പിന്നെ ആരില്ല, നമ്മൾ എടുത്തു പോയി എല്ലാം നോക്കി എടുത്തോണ്ട് പോയി ചെക്ക് ചെയ്തിട്ട് പോയി. പിന്നെ എന്തെങ്കിലും വന്നാൽ അത് നമ്മൾ ഫേസ് ചെയ്യണം. അതിനകത്ത് അവിടെ പിന്നെ കൊണ്ടുപോയി യാർഡിലാ മാറ്റി കഴിഞ്ഞാൽ ഗാർഡ് വരും. ഗാർഡ് വന്നിട്ട് നമുക്ക് ടന്നേജ് പറയും, വണ്ടി എത്ര വണ്ടിയുണ്ട് എന്തൊക്കെ എന്ന് പറയും. TXR എന്ന് പറയുന്ന ആൾ ട്രെയിൻ എക്സാം ചെയ്ത് കാരേജ് അയാളാണ് ചെയ്തിട്ട് അവസാനം നമ്മുടെ കയ്യിൽ വന്നിട്ട് ഒരു സൈനും മേടിക്കും. പഠിച്ച് റെഡിയാണെങ്കിൽ നമ്മുടെ ടൈം ആയി കഴിഞ്ഞാൽ ഗാർഡ് റൈറ്റ് കൊടുക്കും. നമ്മൾ സിഗ്നൽ നോക്കും. ഡ്രൈവറിന് മെയിൻ സിഗ്നലാണ്. പിന്നെ ആരും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സിഗ്നൽ ഓൺലി ഇല്ല, അതാണ് ഗൈഡ് ചെയ്യുന്നത്. ഡ്രൈവറിൻ്റെ ഗൈഡ് ചെയ്യുന്നത് സിഗ്നലും നമ്മളാണ്ട് വലിയ ബന്ധം. വേറെ ഈ സീറ്റിലിരുന്നാൽ നമുക്ക് നമ്മളിപ്പോൾ കാറിൻ്റെ സീറ്റിലിരിക്കുമ്പോൾ ഡ്രൈവർക്ക് കാണുന്നൊരു ദൂരം ഉണ്ടല്ലോ. ഈ സീറ്റിലിരുന്ന ഈ ട്രാക്ക് കാണോ? ട്രാക്ക് എന്ന് വെച്ചാൽ അല്ല, പണ്ടാണെങ്കിൽ എഞ്ചിന് 2 സൈഡുണ്ട്, ലോക്കൽ സൈഡ്, ഷാർട്ട് സൈഡ്, ലോങ് സൈഡ് എന്ന് വെച്ച്. ഷാർട്ട് സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരുമാതിരിയൊക്കെ കാണാം.
തിരിച്ചു വരുമ്പോൾ ലാങ് സൈഡായിരിക്കും. അവർ 72 മീറ്റർ വരെ നമുക്ക് അത് കാണാൻ ഒക്കത്തില്ല. പക്ഷെ നമ്മളങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കില്ല. നിൽക്കുമ്പോൾ അവിടുത്തെ വന്ന് നിന്ന് നമുക്ക് നമ്മളിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല, സൈഡിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവൻ്റെ പുറത്ത് കയറ്റും. വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ട്രാക്ക് നോക്കിക്കൊണ്ടിരിക്കില്ല, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ കാണും. അപ്പം എല്ലാം കാണാമല്ലോ നമുക്ക്. ട്രാക്ക് ഞാൻ ഇവിടുന്ന് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം കാണും നമുക്ക്. നമുക്കിങ്ങനെ തോന്നല് ഇത് കാണാതെ ഓടിക്കണമെന്ന് തോന്നും ചിലപ്പോൾ നിങ്ങളെ ഇരുത്തം കണ്ടാൽ. ലോക്കോ പൈലറ്റുമാരെ ഇരുത്തം കണ്ടല്ലേ അപ്പോൾ ഇരുന്ന് ഉറങ്ങിപ്പോലേ? ഉറങ്ങിയാൽ പിന്നെ അവനും പോകാം, അവൻ്റെ കുടുംബവും പോകും, എല്ലാം പോകും. പിന്നെ അവനൊക്കെ ഡ്രൈവറായിട്ട് വെച്ചിട്ടേ കാര്യമില്ലല്ലോ. ഡ്രൈവർ ഒന്ന് ഇറങ്ങി, ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് റെസ്പോൺസിബിൾ പേഴ്സൺ ഇൻ ഇന്ത്യൻ റെയിൽവേ, ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദ റെയിൽവേ. അവൻ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് 100,000 ജീവൻ പോകും. വേറെ തൊഴിലാളി ചെയ്യുന്ന എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, റെയിൽവേ അല്ല, അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അതും ഈ ലോക്കോ പൈലറ്റായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവൻ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് മതി ഇത്രയും ജീവനാണ് കിടക്കുന്നു. അപ്പോൾ ഡ്രൈവർ ഇതിൽ വരുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത് ഇത്രയും പാസഞ്ചർ നമ്മുടെ പുറകിലുണ്ട്, അവരെല്ലാം നമ്മളെ ഓർത്തുണ്ട വന്ന് ഇരിക്കുന്നത്, ഈ സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളെ എത്തിക്കും, എല്ലാം ഇതിലേ കിടക്കുന്നത്. പിന്നെ അതിനെതിരായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ അവനോട് ചില വഞ്ചകമല്ല, നമ്മൾ ഈ കയറുന്ന പാസഞ്ചറായിട്ട് നമ്മൾ ചെയ്യണം. പക്ഷെ അവനെല്ലാം മാപ്പേ ഇല്ല, ആ റെയിൽവേ മാപ്പ് കൊടുക്കത്തില്ല, ഡിസ്മിസ്സാണ്. ഡ്രൈവറിന് കിട്ടുന്ന അതാണ് ഇതിന് തകർത്ത്. വേറെ ഏത് എംപ്ലോയിക്കും അങ്ങനെയില്ല. ഡ്രൈവറിന് കിട്ടുന്ന മാക്സിമം പെൻഷൻ റിമൂവ് സർവീസ് അല്ലെങ്കിൽ ഡിസ്മിസ്. അവൻ സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചുവപ്പ് പാസ് ചെയ്യാൻ പാടില്ല, ഏത് കാരണം വെച്ചാലും പാസ് ചെയ്യാം. ചിലപ്പോൾ സിഗ്നൽ ഡിഫക്റ്റായി സ്റ്റേഷൻ മാസ്റ്റർ ആദറൈസ് ചെയ്യും, യു ആർ പെർമിറ്റഡ് ടു പാസ് ദ സിഗ്നൽ എന്ന് പറഞ്ഞിട്ട് അതെന്തോ തകരാറുണ്ട്, പാസ് ചെയ്യണമെന്ന് വെച്ചാൽ അതും മേടിച്ചുകൊണ്ട് പോവാം. അതില്ലാതെ ഏത് സിറ്റുവേഷനിൽ എനി സിറ്റുവേഷൻ യു കനോട്ട് പാസ്. മിലിറ്ററി ആയിട്ട് മാറിയാൽ മിലിറ്ററിയിലിപ്പോൾ വന്നിട്ട് മാർച്ച് എന്ന് പറഞ്ഞു ഞാൻ പോയിക്കൊണ്ടിരിക്കും, അവിടെ കുഴിയോ അതോ പോയി വീഴും, അതേ തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പബ്ലിക് സർവീസിൽ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്കും ഫ്ലൈറ്റ് ഓടിക്കുന്ന ഡ്രൈവർക്കും ഉണ്ടാവേണ്ട ഒരു ബോധമാണല്ലേ. അതിന്റെ ബാക്കിൽ ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട്, അവരുടെ ലൈഫ് എൻ്റെ കയ്യിലാണെന്നുള്ളൊരു ബോധം. സിഗ്നൽ ഡേഞ്ചർ പാസ് ചെറിയൊരു സംഭവം ഉണ്ട്, ഞാൻ അത് പറയാം. 1964 ഡിസംബർ, അപ്പോൾ ഈ രാമേശ്വരം അറിയാവില്ല, രാമേശ്വരം അവിടെ ഒരു വലിയ ഇതുണ്ടായി, കൊടും കാറ്റും മഴയും ഇതും രാമേശ്വരത്തുണ്ടായി. അപ്പോൾ പാമ്പൻ രാമേശ്വരം ബ്രിഡ്ജ് ഉണ്ടല്ലോ, നമ്മൾ കടൽ പാലം കഴിഞ്ഞ് പോയിട്ടുണ്ട്, 2 കിലോമീറ്റർ ഉണ്ട് അത്. അതുമാണ് പാമ്പൻ പാലം. പാമ്പൻ സ്റ്റേഷനിൽ നിന്ന് ഒരു ലൈന് രാമേശ്വരത്ത് പോകും, അത് കടലിലെ മേലിൽ കയറി പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ലൈനായിട്ട് ധനുഷ്കോടി എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനുണ്ട്, കേട്ട് കാണാം. ധനുഷ്കോടി ഒരു വലിയൊരു ഹാർബറാണ്, അത് അന്നത്തെ കാലത്ത് വലിയ ഹാർബറാണ്. അന്ന് ധനുഷ്കോടിക്ക് നമുക്ക് സിലോണിൽ പോകണമെങ്കിൽ അവിടെ നിന്ന് 27 കിലോമീറ്ററേ ഉള്ളു. ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് എന്താ നിലമ്പൂർ റോഡിൽ നിന്ന് ധനുഷ്കോടിക്ക് പോകണമെന്ന് ഒരു ടിക്കറ്റ് ചോദിച്ചാൽ അന്ന് ടിക്കറ്റ് കിട്ടും നിങ്ങൾക്ക്. യെസ്, അത് ശരി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ട്രെയിൻ നമ്മളുണ്ടല്ലോ, നമ്മൾ ട്രെയിൻ അവിടെ പോയി ധനുഷ്കോടി നിന്ന് ഒരു കപ്പൽ നിൽക്കും, അതിനകത്ത് കയറി സിലോണിലോട്ട് നമുക്ക് പോവാം. പോയി അവിടെ എല്ലാം കണ്ടിട്ട് തിരിച്ച് വന്ന് കപ്പലിൽ വന്ന് ഇവിടെ കയറി വീട്ടിൽ വരാം. അന്ന് അത് കോട്ടയത്ത് നിന്ന് ഇപ്പോൾ എനിക്ക് സിലോൺ പോകണമെന്ന് പറഞ്ഞാൽ കിട്ടുമായിരുന്നു. അങ്ങനെ ഇരുന്ന അത് അങ്ങനെ പോയിരുന്നു കുറേ കാലം. അപ്പോൾ അത് നിർത്തി, കപ്പൽ സർവീസ്. അപ്പോൾ ബ്രിട്ടീഷ് കാലത്ത് കഴിഞ്ഞാൽ നമ്മൾ വന്നവിടെ നിർത്തി. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ 1964 ഡിസംബർ മാസം വലിയ കൊടുങ്കാറ്റും, അവിടെ ബേ ഓഫ് ബംഗാളും അറേബ്യൻ സീയും മറ്റേ മൂന്നാർ ഇതും കടലും 3 ചേർന്ന സ്ഥലമാണ് ഇത് വരുന്നത്. ഈ സ്റ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സൈഡും കടലാണ്, 2 സൈഡും കടൽ. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ നിലമുണ്ട്, അതിനകത്ത് ട്രാക്ക് ഇട്ടിരിക്കുക, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൊടും ഭയങ്കര മഴ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വണ്ടി ബാമനിൽ നിന്ന് ഇതിന് വരുന്നു ധനുഷ്കോടിക്ക്. ധനുഷ്കോടി സ്റ്റേഷൻ്റെ ഔട്ടറിൽ വന്ന് നിൽക്കുന്നു. ഔട്ടർ സിഗ്നൽ വെച്ചാൽ സ്റ്റേഷൻ്റെ ആദ്യത്തെ സിഗ്നലാണ് നമ്മൾ ഔട്ടറിൽ നിന്ന് വരുന്നത്. അന്ന് ഈ ലൈറ്റ് സിഗ്നലൊന്നുമില്ല, കൈ തന്നെ ഹാൻഡ് സിഗ്നൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഡ്രൈവർ വന്നിട്ട് അവിടെ നിൽക്കുക. ആ ട്രെയിനിൽ വന്നിട്ട് 9-10 ബോഗി ഉണ്ട്, 120 ആൾക്കാരുണ്ട്. ഡ്രൈവർ സിഗ്നൽ വന്ന് നിൽക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് എന്താ ധനുഷ്കോടി കംപ്ലീറ്റ് ഡാമേജ് ആയിപ്പോയി, അടിച്ച് എല്ലാം പൊട്ടിച്ച് അവിടെ എല്ലാം സ്റ്റേഷനായി. സ്റ്റേഷൻ മാസ്റ്റർ ഓടിപ്പോയി സ്റ്റേഷൻ ബിൽഡിങ്ങിലെ മേളിൽ കയറി നിൽക്കുക. അയാൾക്ക് ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, ഓപ്പറേറ്റ് ചെയ്യാനോ ഒന്നും ഇല്ലാതെ വയറിയറെല്ലാം പുടുങ്ങി എല്ലാം കുട്ടിച്ചെല്ലാം പോയില്ലേ. ഈ ഡ്രൈവറിനറിയാം അവിടെ പ്രശ്നമുണ്ട്, എല്ലാം നടന്ന് ഒന്നും അവിടെ ഇല്ല, അവിടെ ഒന്നുമില്ല, സ്റ്റേഷന് ഇല്ലാതെ വ്യക്തി കണക്കാം. ഇപ്പം ഇവന് ഈ ഡേഞ്ചർ സിഗ്നൽ കാറ്റും മഴയും ഇത് 25 ഫീറ്റിനെയാണ് അന്നത്തെ അവർ കണക്ക് പറയുന്നത്. അതിൻ്റെ തരമല്ല കയറിയത് 25 അടി പൊക്കത്തിൽ കയറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക.
കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക. അപ്പോൾ കാറ്റടിച്ചോടനെ ഇവർ പാസഞ്ചർ എന്താ ഇത് ഷട്ടറെല്ലാം അടച്ചപ്പം ഇതിന് കൂടുതൽ ഫോഴ്സ് ഉണ്ടായി. കാറ്റാണെങ്കിൽ അങ്ങോട്ട് പാസ് ചെയ്ത് പോകാതെ ഭയങ്കര ഫോഴ്സായിപ്പോയി. ഈ തിരമല അവരടിക്കുന്നു. ഡ്രൈവർ ഇങ്ങനെ നിൽക്കുന്നു. ഡ്രൈവറും ഒരു ഫയർമാൻ, ഫസ്റ്റ് ഫയർമാൻ, സെക്കൻഡ് ഫയർമാൻ, ഗാർഡ്, ഇവരിങ്ങനെ നിൽക്കുക. ഇവരെല്ലാം നിൽക്കുക. ഇപ്പം എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇപ്പം ഡ്രൈവറിനെ വേണമെങ്കിൽ അവൻ പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല. അവിടെ ഒന്നും ഇല്ലല്ലോ. എല്ലാം ഒന്നും അവിടെ ട്രെയിൻ ഇല്ലയെന്ന് പിന്നെ അറിയാം. അവിടെ ട്രെയിൻ ഒന്നുമില്ല. കയറി പോകാൻ ഡ്രൈവർ പോയില്ല. അവൻ തന്നെ നിൽക്കുക. ഈ ഡേഞ്ചർ സിഗ്നൽ പാസ് ചെയ്യാൻ പാടില്ലെന്ന് റൂളുണ്ട്. നിങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ നിന്നുകൊണ്ടിരുന്നു. അവസാനം അല അടിച്ച് ട്രെയിൻ ഫുള്ളായിട്ട് പാളത്തോടു കൂടി കടലിൻ്റെ അകത്ത് കൊണ്ടുപോയി. എല്ലാം ഫുൾ ട്രെയിൻ 120 പാസഞ്ചർ, ആ ഇഞ്ചിൻ ക്രൂ, ഗാർഡ് എല്ലാം. ഇപ്പം അവിടെ പോയാൽ പാളവും ഇല്ല, ഒന്നുമില്ല, ഒന്നും കാണാൻ. അതാണ് റൂള്. ഇവനെ പോവായിരുന്നു. പക്ഷെ അവനെ റൂള് പെർമിറ്റ് ചെയ്യുന്നില്ല. ഇവനറിയാം അവിടെ ഒന്നുമില്ല. ഇത്രയും ജീവൻ അവനെ രക്ഷപ്പെടുത്താറുണ്ട്. അവനും രക്ഷപ്പെടും. പക്ഷെ ജീവൻ പോയാലും അവിടെ നിൽക്കാമ. ആ തിരമല അടിച്ചടിച്ചടിച്ച് ഫുൾ ട്രെയിൻ കേട്ട് കാണാം. ധനുഷ്കോടി ഇപ്പോൾ അത് അബാൻഡൻ്റ് ആയിപ്പോയി. അവിടെ തമിഴ്നാട് ഗവൺമെൻറ് ആർഡർ ഇരിക്കുക, അവിടെ പോകാൻ പാടില്ല, ഇത് ഡെസേർട്ടഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ വെച്ചിരിക്കുക. ഇപ്പോൾ റോഡൊക്കെ കിട്ടണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ സർവീസിലുണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും എസ്പെഷ്യലി എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ? കൊലീഷനൊക്കെ നടക്കുന്നുണ്ട്. ഹെഡ് ആൻഡ് കൊലീഷനൊക്കെ നടക്കും. ഇതൊക്കെ നടന്നിട്ടുണ്ട്. വേറെ ഡ്രൈവർമാർ കൊണ്ടുവന്ന് ഇടിക്കും, അത് ചെയ്യും, അത് നിൽക്കും, പണിഷ് ചെയ്യും, റിമൂവ് ചെയ്യും, ഡിസ്മിസ് ചെയ്യും, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഈ സ്റ്റേഷൻ കവർ ചെയ്യുമ്പോൾ ഒരാളിങ്ങനെ എന്തൊരു സാധനം കൊടുക്കണതാണ്. എന്താണ് സംഭവം? അത് പണ്ട്. അതിപ്പോ സാർ എപ്പോഴാ കണ്ടത്? അല്ല, ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ട. ഇപ്പൊ ഈ വാണിയമ്പലത്തൊക്കെ, ഇപ്പൊ വാണിയമ്പലത്തൊക്കെ അടുത്ത കാലത്ത് വരെ ഉണ്ട്. വാണിയമ്പലം, മേലാറ്റ്, നിലമ്പൂർ റോഡ് ഈ ഏരിയയിലൊക്കെ ഇപ്പോഴാണ് മാറിയത്. എനിക്കൊണ്ടത് ഇപ്പം മാറിയിട്ട് 2-3 കൊല്ലം ആയിട്ടുണ്ടാവുള്ളൂ. അതെന്ന് പറഞ്ഞത് അതിന്റെ കറക്റ്റ് ഒന്ന് പെർമിഷൻ ടു അപ്രോച്ച് എന്ന് പറയും. അതായത് ഡ്രൈവറിനെ ഈ സ്റ്റേഷനിൽ നിന്ന് മറ്റേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി ഈ സ്റ്റേഷൻ മാസ്റ്റർ കൊടുക്കുന്ന ഒരു അതോറിറ്റിയാണ്. അതിനകത്ത് ഒരു ടേബിളറ്റ് മാതിരി ഒരു ഇത് കാണും. അതൊക്കെ പണ്ട്. അതാണ് പെർമിഷൻ വേണം. ഇത് പോയി അവിടെ കൊടുത്താൽ ആ സ്റ്റേഷൻ മാസം പിന്നെ അവിടെ നിന്ന് അവൻ അങ്ങോട്ട് വിടാൻ ഒക്കത്തില്ല. ആ സ്റ്റേഷൻ മാസം കൊടുക്കുന്നതാണ്. അത് ടേബിളറ്റ് ആയതുകൊണ്ട് അവർ കൈ കൊടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അത് ഇതില്ല, ചൂരലുണ്ടല്ലോ, ചൂരൽ വെച്ചിട്ട് ഇതാക്കിയിട്ട് ഇങ്ങനെ പിടിക്കും. നമ്മളെന്താ ചെയ്യും, ഓടുമ്പോൾ അത് പിടിച്ച് അതെടുത്ത് നോക്കണം. അതിനകത്ത് സ്റ്റേഷൻ കോഡ് കാണും. ഇപ്പം നിലമ്പൂർ സ്റ്റേഷൻ ടു ഷൊർണൂർ എന്ന് പറഞ്ഞ് എഴുതിക്കണം. അടുത്ത് പോകണം. ഇപ്പം അതെല്ലാം മാറി സാർ. അതെല്ലാം കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ്, ഓൺലി ഗവൺഡ് ബൈ സിഗ്നൽ. സിഗ്നൽ പച്ച കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, അടുത്ത സ്റ്റേഷൻ ക്ലിയറാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ഈ ലോക്കോ പൈലറ്റും സ്റ്റേഷനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പം എങ്ങനെ നടക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ നമുക്കൊന്നും സിഗ്നൽ തന്നെ സാർ. സിഗ്നൽ മാത്രം നോക്കും, മറ്റു കോൺടാക്റ്റുകളൊന്നും വരില്ല. നമുക്ക് വാക്കി ടാക്കി ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ തകരാണെങ്കിൽ വീട്ടിൽ വിളിച്ച് പറയും സാർ. വേറെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് അവളായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ സ്റ്റേഷൻ പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ട്രെയിൻ കൺട്രോളറുണ്ട്. ട്രെയിൻ കൺട്രോളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അയാൾ പറയും, അപ്പോൾ സ്റ്റേഷൻ പറഞ്ഞു നോക്കി ട്രെയിൻ എന്താ സാർ ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന്. ശരി, സ്റ്റാർട്ട് ദ ട്രെയിൻ എന്ന് പറയും. സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സിഗ്നലെല്ലാം കൊടുത്ത് റെഡിയാക്കി വിട്ടേക്കും. ഇല്ല സ്റ്റാർട്ട് ചെയ്യേണ്ട, വേറെ വണ്ടി വരുന്നു, നിർത്തുക എന്ന് പറഞ്ഞാൽ നിർത്തും. കൺട്രോളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. സ്റ്റേഷൻ മാസ്റ്റർക്ക് സ്റ്റേഷൻ്റെ അകത്താണ് അയാളുടെ റൂളിങ്. ട്രാക്ക് മാറുന്നതോ ചിലപ്പോൾ അയാളാണ്. അല്ല, പൈലറ്റ് തീരുമാനിക്കുന്നത് എല്ലാം അവർ തന്നെ, സ്റ്റേഷൻ മാസ്റ്റർ തന്നെ. ഇപ്പം എല്ലാം പാനലാണ്. ഇപ്പോൾ പണ്ടാണെങ്കിൽ പായൻസ് മണി സാറ് കണ്ട് കാണും, ഇങ്ങനെയൊക്കെ പിടിച്ച് വലിച്ചു. അതെല്ലാം ഇല്ല. ഇപ്പോൾ എല്ലാം ബട്ടൺസാണ്. ബട്ടൺ ഇങ്ങനെ പായിൻ്റെ അടുത്ത് മോട്ടർ വെച്ചിട്ടുണ്ട്. മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകളാണല്ലേ, പായിന്റ് മാറ്റി ഇതിൽ കയറ്റും, അതിൽ കയറ്റും. എല്ലാം ഇപ്പോൾ പാനല്ല, കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ്. ഒന്നും എല്ലാം ഇതാ മോഡേൺ ഇക്വിപ്മെന്റ്. ഇപ്പം 3 തരം ട്രെയിൻ ഉണ്ടോ? ഒന്ന് ഇപ്പോൾ കൽക്കരി, 2 ഡീസൽ, 3 ഇലക്ട്രിക്കൽ അല്ലേ? ഇതിൽ ഏതിലെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്? ഞാൻ 2 മാത്രമാണ്. ഇലക്ട്രിക്, ഇത് ഡീസലും സ്റ്റീമും. അപ്പോൾ കൊല്ലത്ത് അന്ന് ഞാൻ കയറുമ്പോൾ മീറ്റർ ഗേജും ബ്രോഡ് ഗേജും ഉണ്ടായിരുന്നു അന്ന്. ഇപ്പം അത് എടുത്ത് കളഞ്ഞു, ബ്രോഡ് ഗേജ് എടുത്തു. അപ്പോൾ മീറ്റർ ഗേജിൽ ഉള്ള സ്റ്റീം വർക്ക് ചെയ്തിട്ടുണ്ട്, മീറ്റർ ഗേജിൽ ഡീസൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രോഡ് ഗേജിൽ സ്റ്റീം വർക്ക് ചെയ്തിട്ടുണ്ട്, ഡീസൽ വർക്ക് ചെയ്തിട്ടുണ്ട്. WP എന്ന് പറയും, വലിയ വണ്ടി. അതിന് ചക്കറാണെങ്കിൽ 6 അടിയാണ്. നമ്മൾ അതിൻ്റെ ഡ്രൈവിംഗ് വീൽ എന്ന് പറയുന്നത് തന്നെ നമ്മൾ നിന്നാൽ നമ്മുടെ തലയുടെ മേളിൽ കാണും. WP ഭയങ്കര മെജസ്റ്റിക് ലോക്കമാണ്. ഡീസൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒരു കറക്കം കറങ്ങി കഴിഞ്ഞാൽ ഡീസൽ 100 ഓട്ടോമോബൈൽ പിടിക്കാൻ അത്രയും. പക്ഷെ അതിനകത്ത് നമ്മൾ നിന്നാൽ നമ്മൾ ഇത്രയും കാണത്തുള്ളൂ, അത്രയും പൊക്കം ഇതുള്ളത്. എല്ലാം പോയി ഭയങ്കര കഷ്ടമാണ്. പക്ഷേ സ്റ്റീമാണ് വർക്ക് ചെയ്യാൻ സൗകര്യം അല്ലേ?
കഷ്ടമാണല്ലേ? ഫിസിക്കലി ഭയങ്കര റിസ്ക്കാണ്. റിസ്ക്. ഈ ഇന്ധനം നമ്മൾ അളവ് ചെക്ക് ചെയ്തിട്ടാണ് പോവുക. യെസ് സാർ, നമുക്ക് ആ ടാങ്ക് ഉണ്ട്, ഡീസൽ ടാങ്ക് 5000 ലിറ്റേഴ്സ് ആണ് അത് പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആയിൽ പിടിക്കുന്ന പൈൻസുകളുണ്ട്, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം. 5000 ലിറ്റർ എന്ന് പറയുന്നത് അത് ഓടും. എത്ര ഓടുപ്പല്ല, 2-3 ട്രിപ്പ് ഓടും. അതിന് ലിങ്ക് ഉണ്ട് എഞ്ചിന്. ഈ ഇന്ധനം തീർന്നു പോണ പ്രശ്നമൊന്നും വരില്ല. അത് വരത്തില്ല സാർ, എന്നും ഇത് വരത്തേയല്ല. അങ്ങനത്തെ ഒരു ക്രൈസിസ് വരില്ല. അന്ന് കൽക്കരി ഉള്ളപ്പം കൽക്കരി തീർന്നു പോകും, അത് വന്നിട്ടുണ്ട്. നമുക്ക് വാരിയിട്ട് കൽക്കരിഞ്ച ഇത്തരം വലിയ ബോൾഡറാണ് ഇരിക്കുന്നത്. സെക്കൻഡ് ഫെറം എന്ന് പറയുന്നവ അത് അടിച്ചടിച്ച് പൊട്ടിച്ച് ഇത്തരാക്കണം. അപ്പോഴേ അത് അടുപ്പിനകത്ത് എരിഞ്ഞാൽ എരിയത്തുള്ളൂ. അപ്പോൾ എരിഞ്ഞാലേ വെള്ളം ചൂടാകണം. വെള്ളം ചൂടായ ആവിയിലാണ് വണ്ടി ഓടുന്നത്. നമുക്ക് മറ്റേത് അപ്പോൾ നല്ലവണ്ണം എരിയണമെങ്കിൽ ചെറുതായിട്ട് പൊട്ടിക്കണം. ഈ വലിയ ബോൾഡർ കടകൾ അത് പിടിച്ചാൽ, ഞാനൊക്കെ സെക്കൻഡ് ഫെറമായിട്ട് ആദ്യം പോകുമ്പോൾ ആദ്യം അടിച്ച ഈ കൈയെല്ലാം പൊട്ടിപ്പോയി. ഒരാഴ്ചയ്ക്ക് ബ്ലഡ് ചോര അങ്ങനെ വരും. പിന്നീട് ഇങ്ങനെ കത്തി മാരിയായി പോകും, തൊടാൻ ഒക്കത്തില്ല ആരും. പിള്ളേരൊക്കെ തൊട്ടാൽ പേടി. എന്താ വെച്ചാൽ ഇത് ആമർ കൊണ്ടാണ് അടിക്കുന്നത്. അങ്ങനെ 2-3 വർഷം ഈ സെക്കൻഡ് ഫെർമെന്റ്. പിന്നീടാണ് നമുക്ക് കോരിയിടുന്നത് വരുന്നത്. പിന്നീട് ആ ഡ്രൈവറിന് പറഞ്ഞു. പക്ഷേ സ്റ്റീം എഞ്ചിനിലെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അയാളാ ആ ഡ്രൈവർ, അതിൻ്റെ കപ്പാസിറ്റി. അവനാണ് എല്ലാം ജഡ്ജ് ചെയ്യുന്നത്, അല്ല വണ്ടി ഓടിക്കുന്നത് എല്ലാം. അതിന് അത്രയും മെക്കാനിസം ഉള്ളു. പക്ഷേ ഡീസലിനും ഇലക്ട്രിക്കലിനും മെക്കാനിസം ഒന്നും വേണ്ട. നിങ്ങൾ അത് സ്വയമേ എഞ്ചിൻ. ഇപ്പോൾ അവർ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സ്പീഡിൽ പോകുമ്പോൾ ഒരു തേരി കാരണം എന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യേണ്ട, സ്പീഡ് മൊത്തം വെച്ചിട്ടുണ്ട്. ഡീസൽ എഞ്ചിൻ അതിന് ഇലക്ട്രോ ഹൈഡ്രോ ഗവർണർ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്, അത് സെൻസ് ചെയ്യും. ഇപ്പോൾ ഇയാൾക്ക് തേരി കാരണോ ഇല്ല സ്പീഡ് വേണമെന്ന്. തേരി എന്ന് വെച്ചാൽ അത് തന്നെ സ്വയമേ അത് മാറ്റി തേരിയാക്കി കൊടുക്കും. തേരി കഴിഞ്ഞ് സ്പീഡിൽ പോകണമെന്ന് വെച്ചാൽ അത് സെൻസ് ചെയ്തുകൊണ്ട്. അപ്പോൾ മറ്റതിൽ അതല്ല, ഡ്രൈവർ തന്നെ എല്ലാം ചെയ്യണം. അയാൾക്ക് ആ ജഡ്ജ്മെൻറ്റ് വേണം. നമ്മുടെ കയ്യിൽ എത്ര ലോഡുണ്ട്. ഈ ചെങ്കോട്ട സൈഡിലെല്ലാം കയറണമെങ്കിൽ 30 കിലോമീറ്ററേ ഉള്ളൂ സ്പീഡ് പകലില്ല. രാത്രിയാണെങ്കിൽ 28. അതിന് മേളിൽ തന്നെ കയറാൻ ഒക്കത്തില്ല. 1:52 ഗ്രേഡിയൻ്റ് എന്ന് പറയും. 1:50 എന്ന് വെച്ചാൽ 52 അടി പോകുമ്പോൾ 1 അടി പൊങ്ങും. അപ്പോൾ എങ്ങനെ ഇരിക്കുന്ന ഈ പൊങ്ങുന്നത് പോരാ കരുവ. ഇപ്പോൾ റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ടാകും. ഈ വീല് പിടിക്കും ഭയങ്കര. ഒന്നും കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാരാ സമ്മതിച്ചേ കൊടുക്കത്തില്ല. ഇത് ഇപ്പോൾ പെണ്ണുങ്ങൾ വന്നില്ലേ, അത് വേണ്ട. ഈ റെയിൽവേ വന്നിട്ട് 170 വർഷമായി. ഇപ്പം 170 years ആയി. സ്റ്റീം എത്ര കാലം ഉണ്ടായിരുന്നു? ആരെങ്കിലും വന്നാന്ന് ഇപ്പോഴെല്ലാം കാര്യം. അതിൻ്റെ ലേഡീസ് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുക. അന്ന് അതിനകത്ത് വരാൻ ഒക്കത്തില്ല. അതിനും കരുത്തുള്ള സായിപ്പുമാർ അന്നത്തെ ഡ്രൈവർ. അപ്പൊ ഈ ജെൻഡർ ഈക്വാലിറ്റി ഒക്കെ പറയുന്നവർക്കുള്ള നല്ല ആൻസർ ആണ് അല്ലേ? അന്ന് വരണമായിരുന്നു. അന്ന് എവിടെയായിരുന്നു? എത്ര വർഷമായി? പിന്നെ ഇതില് ഇപ്പോ ഒരു രാജറാണി എക്സ്പ്രസിന്റെ സീറ്റ് തന്നെ ഓടിക്കോ? ഇപ്പൊ ഒരു ലോക്കോ പൈലറ്റിന്റെ സീറ്റ് തന്നെ ഓടിക്കോ? ഡീസൽ ഓടിക്കും. അത് മറക്കത്തില്ല. 38 വർഷം ഡ്രൈവ് ചെയ്തല്ലോ, കണ്ണടച്ചുകൊണ്ട് കൈ പിടിക്കും. ഡീസലേ ഓടിക്കത്തുള്ളൂ. ആ വണ്ടി വേണം. പക്ഷെ ഇപ്പോൾ വന്നിട്ട് മോഡേൺ ലോക്കോസ് ഈ ഫ്ലൈറ്റിലെ ഡ്രൈവറെ പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റിന് 1-2 പ്ലെയിൻ ഓടിച്ചാൽ മതി. ഇവിടെല്ലോ ഈ ലോക്കോ പൈലറ്റിന് 7-8 വണ്ടികളാണ് ഉണ്ടാകും. ഓരോ വിധത്തില്ല. പക്ഷേ അവരെ പറഞ്ഞിട്ട് ഭയങ്കര കഷ്ടമാണ്. അവരുടെ ഈ ലോക്കോ പൈലറ്റ് നമ്മൾ കാണുന്ന മാതിരില്ല. നിങ്ങൾ കാണുമ്പോൾ അയാൾ ഇരുന്ന് അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നതില്ലാതെ അവൻ്റെ കഷ്ടപ്പാട് എല്ലാ കാര്യത്തിലും 5-6 ലോക്കോ കാണും. ഈ ഒരാഴ്ച കഴിഞ്ഞ് വേറെ എന്നുവെച്ചാൽ ദിവസം ആടിപ്പിക്കുന്നതാണ്. ഇത് RDSO എന്ന് പറഞ്ഞിട്ട് ലക്നൗവിലെ ഉണ്ട്. ഇത് നമ്മുടെ അവരാണ് ഡിസൈൻ ചെയ്യുന്നത്. ഹെഡില്ല. അപ്പോൾ അവർ ഡിസൈൻ ചെയ്യുന്നത് ഇതെല്ലാം പോയി പഠിക്കണം. പഠിച്ചാലേ ഓടിക്കാൻ ഒക്കത്തുള്ളൂ. ഇവൻ പോയി ഒരാഴ്ച കൊടുക്കും. ഇത് പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിക്കണം. അപ്പോൾ പറഞ്ഞു. പിന്നെ അതേമാതിരി ട്രെയിൻ ഓടിക്കുമ്പോൾ അത് അപ്പോൾ ഇന്ന് ഒരു ട്രെയിൻ ഓട്ടുന്നില്ല, നാളെ ഓടിക്കുന്നത്. ഇന്ന് ഓടുമ്പോൾ ഒരു സ്റ്റേഷനിൽ അവൻ നിർത്താതെ ഓടിക്കളയും. പിറ്റേ ദിവസം അവന് വേറെ വണ്ടി വരുമ്പോൾ അവൻ അതേമാതിരി പോയാ. അപ്പോൾ ലോക്കൽ ഡ്രൈവർ എന്ന് പറയുന്നത് ഞാൻ വണ്ടിയിലേക്ക് കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്താഗതിയിൽ പാടില്ല. കുടുംബമോ പിള്ളേരോ ഒന്നും പാടില്ല. അത് ഇറങ്ങുന്നത് വരെ സ്റ്റോപ്പ് ചെയ്യുന്നത് സ്റ്റേഷനിൽ അടുത്ത. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് വണ്ടി എത്തി കഴിഞ്ഞാൽ പാലക്കാട് പോകുന്ന പറഞ്ഞ് എനിക്ക് അതാ ഓർമ്മയിലേ ഇരിക്കണം. ഇരുന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. ഇല്ലയെന്ന് വെച്ചാൽ ഇപ്പം ഒരു ദിവസം അല്ലെങ്കിൽ വേറെ ദിവസം കുഴപ്പമുണ്ടാകും. എന്നും നടക്കത്തില്ല. ഒരു ദിവസം കയറി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഓർക്കണം. നമ്മൾ വരണം, വണ്ടിയിൽ കയറണം, പ്രാർത്ഥിക്കുക, വണ്ടിയിൽ കയറുക, നമ്മുടെ കൊടുത്ത സ്പീഡ്. ഇപ്പം ഡ്രൈവറിന് ഭയങ്കര പ്രഷറാണ് സാർ. ഇത് ഏത് കാര്യത്തിലാണ് കോച്ച് കൂടിയാലും അവന് അത്രയും ഹാൻഡിൽ ചെയ്യണം. 8 വണ്ടി വെച്ച് ഓടിച്ചുകൊണ്ടിരുന്നു. പിന്നെ 16 വണ്ടിയായി. ഇപ്പോൾ 24-25 വണ്ടി വരെ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ വണ്ടി കൂടുന്നതോടെ അവൻ്റെ ഇതിൻ്റെ
പവർ ഇതും അവന് ഇതാകും. അതില്ലാതെ ഇപ്പം എന്താ ചെയ്യും, ഒരു എക്സ്പ്രസ്സിൽ ആദ്യം വേനാടൊക്കെ കൊല്ലത്ത് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞ് ഞാൻ അവിടെ ഓടിച്ചത് ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, കൊല്ലം ഈ 4 സ്റ്റോപ്പിലാണ് ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ ഉടനെ മന്ത്രിമാർ വന്ന് അവരൊന്ന് പറഞ്ഞ് എനിക്ക് അവിടെ സ്റ്റോപ്പ് ഇടുന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് വഴക്കുണ്ടായി. അതിന് വർക്കലയോട് സ്റ്റോപ്പ് കൊടുത്തു, അവിടെ ശിവഗിരി ഉണ്ട്. ഇങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഈ എക്സ്ട്രാ ഇവനെ ലോക്കോ പൈലറ്റിനെ ഇവിടെ 6 മണിക്ക് വിട്ട് ഞാൻ 10 മണിക്ക് അവൻ വേനാട് എക്സ്പ്രസ് എറണാകുളം പോയേ പറ്റത്തുള്ളൂ, എനി കോസ്റ്റ്. അവൻ്റെ റണ്ണിങ് ടൈം അവനങ്ങനെ കൊടുത്തിട്ട് ഞാൻ പോയേ പറ്റത്തില്ല. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു മിനിറ്റ് കൊടുക്കും. 1 മിനിറ്റിൽ ഏത് പാസഞ്ചറും ഏരി കയറാമെന്ന് നോക്കത്തില്ല. എക്സ്ട്രാ 2 മിനിറ്റ് 3 മിനിറ്റ് എടുക്കും. 1 മിനിറ്റിൽ നമ്മളെ കൊണ്ടേ ഇറങ്ങത്തില്ല, പിള്ളേർ വെച്ചിട്ടുണ്ട് കാരണം. അപ്പോൾ ഗാർഡ് റൈറ്റ് കൊടുക്കില്ല, ഇത് നോക്കിയിട്ടേ ഗാർഡ് റൈറ്റ് കൊടുക്കത്തില്ല, വിസിലടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്നും കാണാവില്ല, നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ഈ ഗാർഡ് ബാക്കിയിട്ടൊക്കെ ഉണ്ട്. സ്റ്റാർട്ട് ദ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽ റെഡിയാ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇവന് ഒന്ന് മെസ്സേജ് കൊടുക്കും, ഡ്രൈവർ പ്ലീസ് മേക്കപ്പ് ദ ടൈം ഓൺ ദ റൺ. ഈ 3 മിനിറ്റ് ഇവിടെ എടുത്തില്ല, അത് മേക്കപ്പ് ചെയ്തിട്ട് സമയത്തിന് അവിടെ പോകണം, ഈ 10 മണിക്ക് തന്നെ പോകണം. അപ്പോൾ ഈ പ്രഷർ ഡ്രൈവറുടെ പുറത്തുണ്ട്. ഡ്രൈവറിന് 2 ഓപ്ഷനേ ഉള്ളൂ സ്പീഡിൽ. ബുക്ക്ഡ് സ്പീഡ് എന്ന് ഒരു സ്പീഡുണ്ട്, മാക്സിമം പെർമിറ്റ് സ്പീഡ് എന്ന് വെച്ചാൽ. ബുക്ക്ഡ് സ്പീഡ് എന്ന് വെച്ചാൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഗതിയിൽ ഓടുമ്പോൾ ആ സ്പീഡിൽ ഓടിയാൽ മതിയാണ്. വണ്ടി ലേറ്റായി കഴിഞ്ഞാൽ അതിന് വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, അതിൽ ഓടണം. വണ്ടി ലേറ്റായി കഴിഞ്ഞാൽ 10% കൂടുതലാണ്. ഇപ്പോൾ 90 ആണെങ്കിൽ 100 ആയിരിക്കാം, അപ്പോൾ ഓടിയും മതി. ഇപ്പോൾ ഇവർ പറയുന്നത് ഡ്രൈവർമാർ എപ്പോഴും അതിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ലേറ്റ് ആയതുകൊണ്ട് ഇല്ല അങ്ങനെ ആയി. ടൈമിംഗ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ടൈമിംഗ് അങ്ങനെ 26 വണ്ടി 24 വണ്ടി ഇലക്ട്രിക് ലോക്കോ 6 മിനിറ്റ് 7 മിനിറ്റിൽ ഒരു സ്റ്റേഷൻ ക്ലിയർ ചെയ്യണമെന്ന്. അപ്പോൾ മാക്സിമം പെർമനൻറ്റ് സ്പീഡിൽ അവൻ ഓടണം. ഈ കൂട്ടത്തിൽ ഇതും കൊടുക്കുമ്പോൾ തീർച്ചയായും നമ്മൾ സമയം പിന്നിട്ട് ഒരു 6 മിനിറ്റ് കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ല. മാഷാ അല്ലാ, നല്ല രസമുള്ള സംസാരം, വേഗം പറയുന്നു എന്ന് ഷാഹിദ സുഹറ മഞ്ചേരിയുടെ മെസ്സേജ് ഉണ്ട്. ഏതായാലും അത് യൂസുഫ് ഖാൻ്റെ മാത്രമല്ല, യൂസുഫ് ഖാൻ്റെ മക്കളെ സംസാരവും അങ്ങനെയാണ് കുറച്ച്. മക്കള് നമുക്ക് വളരെ അടുത്ത ആളുകളാണ്, വളരെ അടുത്ത പരിചയം ബന്ധമുള്ള ആളുകളാണ്. മബ്രൂക്ക്. ഏതായാലും അദ്ദേഹം ഇതുവരെ വന്നു, ഒരു പ്രായവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ക്ഷീണങ്ങളുണ്ട്. എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി കാലമായിട്ട് കേൾക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. എൻ്റെ കയ്യിലും ഉണ്ട്, ഞാൻ എപ്പോഴും തുറന്ന് നോക്കും. ഈ രാത്രിയിലൊക്കെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ക്വിസ് നടക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ സമയം എടുപ്പോൾ തുറക്കുമ്പോൾ ഈ ദുവാക്കൾ അത് ഞാൻ വീസിലോട്ട് ഞാൻ കേൾക്കുന്നത്. എൻ്റെ മോൻ വിടത്തില്ലല്ലോ, അവൻ എല്ലാത്തിനും പിടിച്ച് ബീച്ചിലെല്ലാം പോയി ആൾക്കാരെല്ലാം വരട്ടി ഇത് ഇടുന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും പോയി പറഞ്ഞ് എല്ലാവരുടെ കയ്യിലും ഇതുണ്ട് പീസ്. അതെ, വളരെ സജീവമായി കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ് ഈ ബറക്കല്ലാഹു ഫീക്ക്. ഏതായാലും കണ്ടതിൽ അവൻ പറഞ്ഞ് സാറ് തന്നെ നിൽക്കണോ, ഇനി പറയാൻ കണ്ട ഒത്തിരി ഉണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലല്ലോ. ഒരു എപ്പിസോഡുകൾ ഇനിയും ആലോചിക്കാലോ. ബറക്കല്ലാഹു ഫീക്ക്.